മൈസൂർ അതിർത്തി കടന്ന് കക്കാനം കോട്ടയിൽ നിന്നാവണം വയനാടൻ കാട്ടിലേക്ക് ഒരു സംഘം പ്രവേശിക്കുന്നു. ചെറുപ്പക്കാരനായ ഒരു സായിപ്പ്, ഭാര്യ, അവരുടെ പെട്ടികളും സാധനങ്ങളും ചുമന്ന് 8-10 കൂലിക്കാർ. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ പ്രയാസപ്പെട്ടാണ് ഭാര്യയായ ഡോറ നടക്കുന്നത്. കാട്ടുപൊന്തകൾക്കിടയിൽ നിന്നും അമ്പും വില്ലും ഏന്തിയ പെൺകിടാങ്ങളുടെ ഒരു സംഘം നീലിയുടെ നേതൃത്വത്തിൽ അവർക്ക് മുന്നിൽ. ബാബർ അരയിൽ നിന്ന് തോക്കെടുത്ത് തയ്യാറാകുമ്പോൾ നീലി ഒരു അമ്പ് അയക്കുന്നു. അത് അയാളുടെ തുടയിലാണ് തറച്ചു കയറുന്നത്. ഇവർ എവിടെ നിന്നാണ് വരുന്നത്? ആ ഒരു തിരക്കഥ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം ഇത് ഇവർ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, അതുപോലെ തന്നെ ആരെല്ലാമാണ് വരുന്നത്, ഇവരുടെ കൂടെ ആരെല്ലാം ഉണ്ട്, അവരുടെ ആ ഒരു അപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതുപോലെ ഇനിയിപ്പോൾ ആക്രമിക്കാൻ വരുന്ന ആൾക്കാർ ആരെല്ലാമാണ്, അവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്, അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആരെല്ലാമാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത്, അങ്ങനെ ആക്രമിക്കാൻ നേരം ഇത്തരത്തിൽ ഇദ്ദേഹം തോക്കെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെ നിന്നാണ് തോക്കെടുക്കുന്നത്, തോക്കെടുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എവിടേക്കാണ് അമ്പ് ചെയ്തത്, അമ്പ് എവിടെയാണ് തറച്ചു കയറിയത്, എങ്ങനെയാണ് അവർ പരാജയപ്പെട്ടത്, ഇതൊന്നും തന്നെ ഈ ഒരു സ്റ്റോറിക്കകത്തില്ല. അതെല്ലാം വളരെ മിനിമൽ ആക്കിയിട്ടാണ് സ്റ്റോറി ഇരിക്കുന്നത്. എന്നാൽ ഇപ്പുറത്തേക്ക് എം ഡി സാർ എഴുതിയ ആ ഒരു സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇത്തരത്തിൽ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരു ആക്ടറിനാണെങ്കിലും പ്രൊഡ്യൂസറിനാണെങ്കിലും അവർക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നത്, അതനുസരിച്ച് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത്.